ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിരയെക്കുറിച്ചാണ്. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റ് ചടങ്ങുകളും അനുഷ്ഠിക്കുന്നത്. വിവാഹിതർ ദീർഘമാംഗല്യത്തിനെയും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനും പ്രാർത്ഥനയോടെയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതകളും ഇതിന് ഉണ്ട്. ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതീദേവിയായിരുന്നു. കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള വിവാഹം നടന്നതും തിരുവാതിര നാളിലാണെന്ന് ഐതിഹ്യമുണ്ട്. ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് വിശ്വാസം. വിവാഹം കഴിഞ്ഞ ആദ്യം വരുന്ന തിരുവാതിര പൂത്തിരുവാതിര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മകയിരം, തിരുവാതിര എന്നീ 2 ദിനങ്ങളിലും വ്രതം ആചരിക്കുന്നത് ഉത്തമമാണ്. മകയിരം നോയമ്പ് മക്കളുടെ അഭിവൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ്. മകയിര നോമ്പ് ഒരിക്കലോടെയാണ് അനുഷ്ഠിക്കേണ്ടത്. മകയിര ദിനത്തിൽ എട്ടങ്ങാടി ചുട്ട് നിവേദിക്കണമെന്നാണ് ചിട്ട. കാച്ചിൽ, ചേന, കൂർക്ക, ചെറുകിഴങ്ങ്, ചെറുചേമ്പ്, വലിയ ചേമ്പ്, മധുരക്കിഴങ്ങ് എന്നീ 8 കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കര പാവു കാച്ചി നാളികേരവും പഴവും വൻപയറും വേവിച്ച് കരിമ്പും മറ്റും ചേർത്താണ് എട്ടങ്ങാടി വിഭവം തയ്യാറാക്കുന്നത്. ഗണപതിക്കും ശിവനും പാർവതിക്കും നേദിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും ഭക്ഷിക്കാം. തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ട രീതി: തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നന്ന്. അന്നേ ദിവസം അരിയാഹാരം ഒഴിവാക്കി തിരുവാതിരപ്പുഴുക്ക്, കൂവ കുറുക്കിയത്, ഗോതമ്പ്, പഴങ്ങൾ, കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം. പഞ്ചാക്ഷരി മന്ത്രം, പഞ്ചാക്ഷരി സ്തോത്രം, ശിവപുരാണം, ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നത് ശിവപ്രീതിക്ക് ഉത്തമം. അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമം. ഭാര്യാഭർതൃ ഐക്യം വർദ്ധിപ്പിക്കാൻ 108 തവണ ഓം ഐക്യരൂപിണ്യേ നമ എന്ന് ജപിക്കണം. മന്ത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: ഓം ഐക്യരൂപിണ്യേ നമ. കൂടാതെ ഉമാമഹേശ്വരനെ ഒന്നിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓം നമ ശിവായ ശിവായേ നമഃ. ഒരിക്കൽ കൂടി ഓം നമ ശിവായ ശിവായേ നമഃ എന്ന് വ്രതാനുഷ്ഠാനത്തിൽ ഉടനീളം ജപിക്കുന്നത് അത്യുത്തമമാണ്. തിരുവാതിര ദിനത്തിൽ രാത്രിയിലാണ് പാതിര പൂച്ചൂടൽ എന്ന ചടങ്ങ് നടക്കുന്നത്. അതുകൂടാതെ സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളി നടത്തുന്നതും തിരുവാതിര ദിവസം രാത്രിയിലെ പ്രത്യേകതയാണ്. ഇതുകൂടാതെ തിരുവാതിര വ്രതത്തിൽ ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്നതാണ് അന്നത്തെ ദിവസത്തെ രാത്രിയിലത്തെ ഉറക്കമൊഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത്. ഏവർക്കും തിരുവാതിര ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശിവൻ്റെയോ പാർവതിയുടെ മന്ത്രം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ, സീ യു.